സിമ്പിൾ കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. 2 വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത് വേണം. പിന്നെ 2 പച്ചമുളകും 1 തക്കാളിയും 1 സവാളയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെള്ളരിക്ക ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളരിക്ക ചേർക്കുക. മൂത്ത വെള്ളരിക്കയാണെങ്കിൽ ആ കുരുവൊക്കെ ഒന്ന് കളയണം കേട്ടോ. ഇതിപ്പോൾ തീരെ ഇളയതായതുകൊണ്ട് കുരുവൊന്നും കളയാതെ അങ്ങനെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും പിന്നെ കുറച്ച് പച്ചമുളകും കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതിയാവും. പിന്നെ ഇത് വേവിക്കാൻ നേരത്ത് കുറേ സമയത്ത് വേവിക്കേണ്ട. മാക്സിമം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. ഇത് വെന്ത് കഴിഞ്ഞാലും ഇതിങ്ങനെ തന്നെ ഇരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളമൊക്കെ വറ്റി അത്യാവശ്യത്തിന് കുക്കുംബറും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അതേ പാനിലേക്ക് തന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർക്കുക. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ജീരകം ഒന്ന് മൂത്ത് കിട്ടണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളകാണ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർക്കുക. പച്ചമുളകിന് പകരം നമുക്ക് വറ്റൽമുളക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള സവാളയാണ്, അതും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. സവാള അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളർ ആവണം, അതുവരെ വഴറ്റിയെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. തേങ്ങയൊന്നും വേണ്ടി വരില്ല. ഇപ്പം നമ്മുടെ സവാളയും നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കുന്നുണ്ട്. ചെറിയൊരു തക്കാളിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ തക്കാളി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് തക്കാളി ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം. തക്കാളി ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് മാത്രം വഴറ്റിയെടുത്താൽ മതി. കുറേ സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. ഞാൻ സാധാരണ എപ്പോഴും തക്കാളി ചേർക്കാറുള്ള കാരണമാണ് തക്കാളി ചേർത്തത്. ഇഷ്ടമല്ലാത്തവർക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇത്രയും ആയാൽ മതി. ഇനി നമുക്ക് ഇത് ഓഫാക്കാം. തക്കാളി ഒരുപാട് വെന്ത് കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച വെള്ളരിക്ക നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈരാണ് ചേർക്കേണ്ടത്. തൈര് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർക്കാം. നല്ല കട്ട തൈരാണ്, അധികം പുളിയില്ലാത്ത തൈരായിരിക്കും നല്ലത്. തൈര് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. ഇപ്പോൾ കുറച്ചും കൂടി ലൂസാക്കി വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് തൈര് ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. വെള്ളരിക്കയിൽ തന്നെ അത്യാവശ്യം വെള്ളമുണ്ട്, അപ്പോൾ അതുകൊണ്ട് വെള്ളമൊന്നും അധിക്കേണ്ടി വരില്ല. തൈര് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയുടെ കൂട്ടും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയില ഇഷ്ടമാണെങ്കിൽ മല്ലിയിലയും കൂടി നമുക്ക് ചേർക്കാവുന്നതാണ്. ഇത്രയുള്ളൂ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി കറിയാണിത്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും നല്ലൊരു സൈഡായിരിക്കും കേട്ടോ. അത് വെറുതെ തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്